Praise the Lord. Amen. Hallelujah. Hallelujah. Greetings you all in the precious and lovely name of our Lord and Savior Jesus Christ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തന്നതായ ഒരു വേദഭാഗം വായിച്ചിട്ട് അതിലൂടെ ദൈവം എനിക്ക് തന്ന ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവച്ചിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നു. The book of Ephesians, the Apostle Paul returned to Ephesians chapter 3 verse 20. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നു. തുല്യം ചൊല്ലാനാരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാനാരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവും സഭയും എന്ന വിഷയത്തെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നതായ ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. എഫേസ്യർക്ക്, ഫിലിപ്പിയർക്ക്, കൊളോസ്യർ, ഫിലേമോന്, ഈ 4 ലേഖനങ്ങൾ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ലേഖനങ്ങളാണ്. അപ്പോൾ ഒരുവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, when Paul was in jail, that time he wrote these 4 books, Ephesians, Colossians, Philippians and Philemon. These 4 books he has written from the jail. Paul, he was always establishing the church in the main cities of that day. ആ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ സഭകൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പൗലോസ് ആഗ്രഹിച്ചത്. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ കൂടി വരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ആരാധന സ്ഥലം ഒരുക്കണമെന്നുള്ളത് തൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെ വലിയ വലിയ എഫേസോസ് എന്ന് പറയുന്ന അന്നത്തെ ആ സമയത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ആ ചർച്ചകളൊക്കെയും അവിടെ വരുന്നതായ പല വിധത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ വരുന്നതായ എല്ലാ ആളുകളും ഈ സഭയെക്കുറിച്ച് കേൾക്കുകയും അവിടെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവിടെ സഭകൾ അനുദിനം വർദ്ധിച്ചു വരുന്നതെന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്
ഗ്രേസ് അസംബ്ലി ഇവിടെ റോളയിലും ഒരു മലയാളം ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. സോ എന്തുകൊണ്ട് നമ്മുടെ സഭയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലകളിൽ ആളുകൾ കടന്നു വരുവാൻ കഴിയുന്നില്ല? നമ്മൾ പലപ്പോഴും നാട്ടിൽ പറയുന്ന ഒരു പറച്ചിലുണ്ട്, സ്തോത്രം, ഇടയനല്ല ആടുകളാണ് കുട്ടികളെ പ്രസവിക്കുന്നത്, അല്ലേ? ആടുകൾ കുട്ടികളെ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ, ആടുകളെന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുന്ന ഇടയനല്ല, ആടുകളാണ്. അപ്പം ആടുകൾ അവസരം കിട്ടുമ്പോഴൊക്കെ പോയി സുവിശേഷം പറയണം. സുവിശേഷത്തിൽ കർത്താവിന്റെ ദാസൻ പൗലോസ് പറയുന്നത്, സുവിശേഷത്തിൽ എനിക്ക് ലജ്ജയില്ല. ഐ ഹാവ് നോട്ട് ഷെയിം ടു ഷെയർ മൈ എക്സ്പീരിയൻസ് ആൻഡ് ദ പവർ ഓഫ് ഗോഡ് വിത്ത് എനിവൺ ഹൂം ഐ മീറ്റ്. ആരെ കണ്ടാലും അവരോടെല്ലാം സുവിശേഷം, അവരുമായിട്ട് ഇണങ്ങിച്ചേർന്ന് അവരുടേതായ വിഷയങ്ങളുമായിട്ട് പഠിച്ച് അവരോട് കർത്താവിനെ കുറിച്ച് പറയും. സോ എപ്പോഴൊക്കെ നമുക്ക് അവസരം, whenever we get the opportunity to share our Lord, we have to do that. That is what we called for. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവദാസൻ പറഞ്ഞു, ഞാൻ സുവിശേഷം പലരോടും താല്പര്യപ്പെടുവാൻ അറിയിക്കുവാൻ കൂടെ താല്പര്യത്തോടും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു ആഗ്രഹം തന്നെ ഹൃദയത്തിൽ ദൈവം കൊടുത്തതിനാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത്. പക്ഷേ കർത്താവ് ഇവിടെ നിന്ന് കടന്നു പോകുന്ന സന്ദർഭത്തിൽ എന്താണെന്ന് പറയുന്നത്, നിങ്ങളോ ലോകത്തിന്റെ അറ്റം ഒക്കെയും പോയി എല്ലാവരോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണം. Whomever you are meeting, you have to share the word of God or about the new things and the blessings and the salvation of through Jesus Christ. എന്ന് കർത്താവ് നമ്മളെ പരിമേൽപ്പിക്കുന്നത് ഒരു കൽപ്പനയായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് ചെയ്യുന്നവരെങ്കിൽ മാത്രമേ നമ്മുടെ സഭ വളരുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുന്നോട്ട് കടന്നു വരട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത്, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ തക്കവണ്ണം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. Whatever we are praying and we are wishing to have, that can be done through only the power which He has given in our. നമ്മളിൽ പകർന്നിരിക്കുന്ന ശക്തി, ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരായി വ്യാപരിക്കുന്ന, നമ്മളുടെ മേൽ വ്യാപരിക്കുന്ന ആ നമുക്കെതിരായി, നമ്മുടെ അനുഗ്രഹങ്ങൾക്കെതിരായി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിനെതിരായി തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ നമ്മളിൽ പകർന്നിരിക്കുന്ന ശക്തി കൊണ്ട് ആമേൻ അകറ്റി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് കരസ്ഥമാക്കുവാൻ തൊക്കാൻ കഴിയുള്ളൂ. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ഉയരത്തിലേക്ക് ചെന്നെത്താതെ വണ്ണം അതിനെ തടഞ്ഞു വെക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുവാൻ തൊക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന whatever the obstacles, whatever the habits to receive the reply from our Lord, we have to, അതിനെതിരായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതിനെ മറികടക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഈ സഭസ്ഥാപനത്തിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നുകൂടെ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി, Act of Apostles, chapter 20, verse 17 onwards. Can we read 2-3 verses? മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു. സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു. സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറയാണ്, ഞാൻ ആശ്രയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഇടയിൽ നിങ്ങളോട് കൂടെ എങ്ങനെയായിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. എഫെസോസിൽ വന്ന് താൻ ചെയ്യുന്ന പ്രസംഗമാണിത്. എന്താണ് താൻ അവിടെ പറയുന്നത്? എങ്ങനെയാണ് താൻ പ്രസംഗിച്ചത്? ദൈവവചനം ഷെയർ ചെയ്തത്. How he has shared the word of God with them. കണ്ണുനീരോടുകൂടെ, വിത്ത് tears, വളരെ ഹംബിൾനെസ്, വളരെ താഴ്മയോടും. ചില ശുശ്രൂഷമാരുടെ പ്രസംഗം കേട്ട് നമ്മുടെ തല വരുന്നത് നോ. പൗലോസ് പറയാണ്, വളരെ താഴ്മയോടും വളരെ വിനയത്തോടും കണ്ണുനീരോടും കൂടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് കണ്ടു, ലൈവ് കാണുക. ഒരു പെൺകുട്ടി ഹിന്ദിയിൽ, നോർത്ത് ഇന്ത്യയിൽ എവിടെയോ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ എനിക്കറിയില്ല, കണ്ണുനീരോടുകൂടെ അവിടെ മുഖത്തുകൂടെ ഇങ്ങനെ ധാരധാരയായിട്ട് കർത്താവ് അമ്മ കണ്ണുനീരൊഴുകയാണ്. എന്താണ്? യേശുവിനെ കുറിച്ച് പറയുകയാണ്. അവിടെ കയ്യിൽ വേദപുസ്തകമുണ്ട്, തോളിലൊരു സഞ്ചിയുണ്ട്. അവൾ യേശുവിനെ കുറിച്ച്
ഇങ്ങനെ വഴിയോരത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അവിടെ കണ്ണുനീരിങ്ങനെ ധാരാളമായിട്ട് ഒഴുകുന്നു. സ്തോത്രം. ഞാനത് ഇങ്ങനെ നോക്കി നിന്നുപോയി. അങ്ങനെ അത് കണ്ടുകൊണ്ട് കുറെ നേരം ഞാൻ അങ്ങനെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് കരയുവാനുള്ളതായ കാരണം? സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് കരയുവാനുള്ള കാരണം, he is crying. Why Paul is crying in the town of Ephesus and sharing the word of God? Because he know who he was and now who is he now. Hallelujah. Praise Lord. പണ്ട് ഈ മാർഗക്കാരായിട്ടുള്ള ആരെങ്കിലും കണ്ടാൽ അവരെ പിടിച്ച് ഉപദ്രവിക്കുകയും കാരാഗ്രഹത്തിൽ അടിക്കുവാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ആ പൗലോസിനെയാണ് ഇപ്പോൾ കർത്താവിനെ കുറിച്ച് കണ്ണുനീരോടും ആമേൻ വളരെ വിനയത്തോടും കൂടെ ആമേൻ ജനങ്ങളോട് അറിയിക്കുവാൻ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ ശുഷ്കാന്തി ചെയ്യുന്ന കാര്യത്തെ വളരെ ശുഷ്കാന്തി ഉള്ളത് കൊണ്ടാണ് കർത്താവിന് മനസ്സിലായി ഇവനെ പിടിച്ച് സഭയെ കൊണ്ടുവന്നാൽ സഭയ്ക്കകത്തും ആമേൻ ഗുണമുണ്ടാകും. പണ്ടൊരിക്കൽ എൻ്റെ സിസ്റ്ററിനെ അയച്ചിരിക്കുന്ന മേപ്പറാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം മേപ്പറാലിൽ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അപ്പോൾ സൂസൻ സിസ്റ്ററെ അവരുടെ വീടിൻ്റെ പടിക്കലാണ്, മെയിൻ റോഡിങ്ങനെ അവരുടെ വഴിയോടത്തോട് ചേർന്നാണ് ഇവരുടെ വീട്. എന്നെ കണ്ട ഉടനെ ഓടി എന്നടുക്ക് വരും. എന്നിട്ട് പറയും, കുട്ടോ ബ്രദർ, yesterday he was drunk too much and he beat me too much and I could not sleep in the house room, so I went outside and sleep somewhere outside. അപ്പോൾ ഈ പെൺകുട്ടി, ഈ സ്ത്രീ, ഈ സഹോദരി വന്ന് എന്നോട് ഇങ്ങനെ പറയും, ഇന്നലെ അച്ചായൻ, എന്നാലും അച്ചായനാണ് വിളിക്കുന്നത്, കള്ളു കുടിച്ചിട്ട് എന്നെ കണ്ടമാനം ഇട്ട് തൊഴിച്ചു. എനിക്ക് എന്നെ വീട്ടിൽ കയറ്റിയില്ല. അയാളകത്ത് കയറി കഥ അടച്ചു. അതുകൊണ്ട് എനിക്ക് അവളുടെ വീടിന് ചുറ്റും വാഴത്തോട്ടുണ്ട്. വാഴത്തോപ്പിനകത്താണ് ഞാൻ കിടന്നിറങ്ങാൻ പോയി. ഓക്കെ, അങ്ങനെ എന്നോട് ഇങ്ങനെ ഈ കാര്യം ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഡോണ്ട് വറി, മാത്തുക്കുട്ടി എന്നാണ് പുള്ളിയുടെ പേര്. മാത്തുക്കുട്ടി ചായൻ വിൽ ബി ബാപ്റ്റൈസ്ഡ്. ഹി വിൽ ബാപ്റ്റൈസ് ഇൻ 6 months. ദിസ് ഈസ് വാട്ട് ഗോഡ് ഹാസ് ഗിവൺ എ മെസ്സേജ് ടു കൺവേ ഹർ. അങ്ങനെ ഞാൻ ആ മെസ്സേജ് എന്നോട് ദൈവം പറഞ്ഞു, അയ്യോ മാത്തുക്കുട്ടി ചായനോ? കുടുംബം ബ്രദറെ, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, വെദർ യു ബിലീവ് ഇൻ ഓർ നോട്ട്, ഗോഡ് ഈസ് സേയിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആ മെസ്സേജ് പറഞ്ഞിട്ട് പോയി. ഏകദേശം ഞാൻ പിന്നെ ആ വിഷയമെല്ലാം അങ്ങ് മറന്നു. കുറെ നാൾ കഴിഞ്ഞ് ഇങ്ങനെ പോയപ്പോൾ ഇന്ന് എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ ഒരു അമ്മ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ? എടാ മാത്തുക്കുട്ടി ഞാൻ സ്നാനപ്പെടുക അടുത്താഴ്ച. ഞാൻ പറഞ്ഞു, അയ്യോ, എന്നാൽ സിസ്റ്ററോടൊന്ന് ചോദിച്ചേ, കുട്ടമ്പുറവരെ പറഞ്ഞതായ ആലോചന ഓർക്കുന്നുണ്ടോന്ന്. കുട്ടമ്പുറവരല്ല പറഞ്ഞത്, ദൈവാത്മാവ് എന്നിലൂടെ പറഞ്ഞ ആലോചന ഓർക്കുന്നുണ്ടോന്ന്. ശരിയാ, എന്നോട് അവളെന്നോട് കഴിഞ്ഞ ദിവസം ഞങ്ങളെ വലിയ കൂട്ടുകാരായതുകൊണ്ട് അവളെന്നൊക്കെ പറയും. അപ്പോൾ അവളെന്നോട് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞു, അയ്യോ കുട്ടമ്പുറവർ എന്നോട് ഇങ്ങനെ ആമേൻ ദൈവാലോചന പറഞ്ഞായിരുന്നു. എനിക്കതിന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും സ്നാനപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് കേൾക്കണം സംഭവം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവഴി പേപ്പറാക്കി ചെയ്തപ്പോൾ എൻ്റെ അളിയനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മാത്തുക്കുട്ടി? എൻ്റെ പൊന്നളിയ, അവ പണ്ട് നാട്ടുകാർക്കായിരുന്നു ഉപദ്രവം, ഇപ്പം സഭയ്ക്കകത്ത ഉപദ്രവം. ഇതല്ല പൗലോസ് ചെയ്തത്. പൗലോസ് ആ ശുഷ്കാന്തിയോടെ, അതേ ചൊറിയൂർക്കോടെ ആർക്ക് വേണ്ടി പ്രവർത്തിച്ചു? കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ അനേക ടൗണുകൾ തോറും നടന്നുപോയി സുവിശേഷം പ്രസംഗിച്ച് അനേക കർത്താവിന് വേണ്ടി നേടുവാൻ തക്കോണം ഹല്ലേലൂയ ഇടയായിട്ട്. ഇനി 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. I don't care about my life. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയെ തേക്കണം എന്നേ എനിക്ക് ഉള്ളൂ. ഞാൻ പ്രതിനിധി പ്രസംഗിക്കുന്ന ഇതൊരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ ആരാണ് തന്നത്? ഞങ്ങളുടെ അവസരം തന്നവരെയും I have given this power and this our ministry from the God. Amen. Hallelujah. ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ കാര്യം ചെയ്യുന്നതല്ല. നമ്മളൊരു സുവിശേഷം പറഞ്ഞാലും കർത്താവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ആമേൻ, നമ്മൾ എന്തെല്ലാം ശുശ്രൂഷ നമ്മൾ എവിടെല്ലാം ചെയ്താലും അതെല്ലാം നമുക്ക് ആരാണ് തന്നത്? It has been given by God through his power. ദൈവത്തിന് സ്തോത്രം. അതാണ് പൗലോസിന്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ പലരും ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? ഇത് എൻ്റെ കഴിവാണ്, എൻ്റെ മിടുക്കാണ്,
എന്നെ ഞാൻ ഇവിടെ പോസ്റ്ററിലൊക്കെ കാണും, വലിയ സിനിമാ നടന്മാരെ പോലെയുള്ള പിക്ചറുകളൊക്കെ വെച്ചിട്ട് ആമേൻ ഹല്ലേലൂയ പോസ്റ്ററെല്ലാം വെച്ചിട്ടാണ് ഇപ്പൊ പരസ്യങ്ങളും യോഗങ്ങളൊക്കെ നടക്കുന്നത്. അവരുടെയൊക്കെ നിപ്പം പരുവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആമേൻ അവരെക്കാട്ടിൽ വേറെ ആരും ഈ ലോകത്തിൽ ഇല്ലെന്നുള്ള ചിന്തയോടുകൂടെയാണ് നിപ്പം പ്രവർത്തനങ്ങളൊക്കെ. ഞാൻ പറഞ്ഞതിന്റെ സാരം ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സുവിശേഷകനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് തന്റെ എയിം എന്ന് പറയുന്നത്? I have to complain that the ministry who has been given by the God whom he called in the town of Damascus. ഡെമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് എന്നെ പിടിച്ചു തള്ളി താഴെയിട്ട് നീ ആരാധന കർത്താവേ, നീ ഉപദ്രവിക്കുന്നത് യേശുവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങിയതായ ഈ സുവിശേഷ പ്രവർത്തനം തന്റെ അവസാന ശ്വാസം വരെയും തുടർന്നു കൊണ്ടുപോയി. ദൈവത്തിന്റെ അത് പക്ഷേ പവറോടും ഗമിയോടും കൂടി ഒന്നുമില്ല. ഞാൻ അങ്ങ് വലിയ കൊമ്പത്തെ ആളെന്നുള്ള ചിന്തയോട് കൂടിയല്ല, വളരെ കണ്ണുനീരോടും വളരെ വിനയത്തോടു കൂടിയാണ് താൻ വിശ്വസിക്കുന്നത്. പിന്നെ അവസാനത്തെ ശുശ്രൂഷയുടെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്? 20:34-35 വായിക്കുമ്പോൾ, എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു. നോക്ക്, എൻ്റെ മുട്ടിനും. Whenever he is facing some financial problems, what he has done, he himself go on working. ദൈവത്തിന് സ്തോത്രം. He was a carpenter, he was doing the carpentry work. ആശാരപ്പണി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് അനേകരെ താൻ സഹായിക്കുവാൻ തക്ക ഇടയായി തീർന്നു. പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും കൂടെ ചെയ്തു. തൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും കൂടെ ചെയ്ത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ ദൃഷ്ടാന്തം പറഞ്ഞാൽ ലോകത്തിൽ ഏതെങ്കിലും ദേവാസന്മാരുണ്ടോ? Can you see anyone to give an example nowadays in the world, in the spiritual field? Maybe some rare people are there. നമ്മളെക്കുറിച്ച് എന്നെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നാട്ടിൽ ചിലപ്പോൾ പറയാം, അവൻ സുവിശേഷകനെ വിട്ട് ജോലിക്ക് പോയി. ഞാൻ പറഞ്ഞു, പിന്നെ നീയല്ലേ എന്നെ വിളിച്ചത് സുവിശേഷകൻ? ജോലിക്ക് പോയത് നിങ്ങൾക്കറിയാമോ? എൻ്റെ കൈ കൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനം എൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ട് അനേകരെ പാവങ്ങളെ നിവൃത്തിയില്ലാത്തവരെ സഹായിക്കാനുള്ള ഒരു കരവും ഒരു കാഴ്ചപ്പാടും എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, അതിനുവേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ഈ ഭാഗം നിങ്ങൾ പോയി വായിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്താണ്? ഞാൻ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചു, എൻ്റെ മുട്ട് തീർത്തു. അങ്ങനെ മുട്ടുള്ളവരെ ഞാൻ സഹായിക്കുകയും ചെയ്ത് അതുപോലെ ആ സമയത്ത് എവിടെ തന്റെ ജീവനെ പോലും പണയം വെച്ചിട്ട് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് എത്തിച്ചു. ഞാൻ മടങ്ങി വരട്ടെ. അങ്ങനെ സ്ഥാപിച്ച സ്ഥാപയാണ് ഈ എഫെസോസ് സഭ. അങ്ങനത്തെ സഭ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുമോ? പക്ഷേ പാവങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് കുളവേരം വെച്ചുകൊണ്ട് ബൈക്കിലും കാറിലും ഇങ്ങനെ 2-3 കാറുള്ള പാസനകത്ത് പിന്നെ ഓളിൻ്റെ കാർപ്പാർക്കിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ ചെയ്യും, വയറും വെച്ചോണ്ട്. മാസം 20,000 രൂപ 25,000 രൂപ ശമ്പളം. They are getting per month 20 or 25,000 rupees per month just for preaching in the church. This is not the way the ministry that God has given to us. ഇതിന് മാസം തോറും 500,000 ഓരോരുത്തരുടെ കഴിവനുസരിച്ച് മാസം തോറും പിരിക്കുക. എന്നിട്ട് 25,000 രൂപ മാസക്ക്. പിന്നെ ആഴ്ചയിൽ കൂടുമ്പോൾ എന്തെങ്കിലും മീറ്റിംഗ് വെച്ചാൽ അവരുടെ ഭയങ്കര സദ്യയാണ്, ബിരിയാണി. അത് നടത്താൻ വേണ്ടി ഞങ്ങളുടെ ചർച്ച എടുത്തിട്ടുണ്ട് എന്നോട് പോയി. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രവർത്തിച്ച പ്രവൃത്തി പോലെ സുവിശേഷം അറിയിക്കുന്ന ഇന്നത്തെ ചർച്ചകൾ വളരെ ചുരുക്കമാണ്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിച്ച് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. Praise the Lord. Just I am only not preaching, not in the word. I am an example in front of you. സ്തോത്രം. നിങ്ങൾക്കാർക്കും എൻ്റെ നേരെ വിരൽ ചൂണ്ടുവാൻ കഴിയില്ല എന്നാണ് ആ പ്രസ്താവനയുടെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ മടങ്ങി വരട്ടെ. നമ്മൾ വായിച്ച കുറിവാക്യം എന്താണ്? ഞാൻ ചോദിക്കുന്നതിലും നിനക്കെന്തെങ്കിലും അത്യന്തപരമായി നമുക്ക് ചെയ്യുക. ഇതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന് ശേഷം 5-ാം അധ്യായം 11-ാം അധ്യായം 5 മുതൽ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു.
അവന് വിളമ്പി കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്നകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. One friend went to another friend's house in the midnight and asking, give me 3 loaves. എനിക്ക് 3 അപ്പം തരണം. ശരിയാണ്. അർത്രാത്തിക്ക് ഒരു സ്നേഹിതൻ, എന്തൊരു സ്നേഹമുള്ള സ്നേഹിതൻ. നമ്മളത് പറയുന്നത് കട്ടല ഉറങ്ങാൻ കയറി കിടന്നുള്ള ഓടി തലോടി അടുത്ത ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ്റെ വീട്ടിൽ അപ്പം ഉണ്ടെന്ന് ഇവന് നല്ലവണ്ണം അറിയാം, അല്ലേ? നമ്മൾ പലരോട് കാശ് ചോദിക്കുന്നത്, ചിലപ്പോൾ കടമൊക്കെ ചോദിക്കും. ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്, ഇരിക്കുന്ന പലർക്കും ഞാൻ കാശ് കൊടുക്കാനുണ്ട്, അതുപോലെ പോട്ടെ. നമ്മൾ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ കാശുണ്ടെങ്കിൽ വെച്ചോണ്ടില്ല എന്ന് പറയത്തില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞത് വേറെ ആളോട് ഞാനൊരു 100 രൂപ കടം ചോദിച്ചു. എൻ്റെ എല്ലാം 100 രൂപ ഇരിക്കുക. എന്നാലും എൻ്റെ ഫ്ലാറ്റിനകത്ത് അടുത്ത റൂമിൽ താമസിക്കുന്ന ഒരു തമിഴ് പയ്യൻ എന്നോട് ചോദിച്ചു, അന്നാ ரொம்ப കഷ്ടമായിട്ട് ഏതായാലും കാശൊക്കെ ഒരു 50 രൂപ കൊടുത്തു. എൻ്റെ കടം വാങ്ങിച്ച 100 രൂപ ഇപ്പോൾ 50 രൂപ കൊടുന്നു. ശരി, എപ്പോൾ കിടക്കും? ഞാൻ சொன்னேன், എനിക്ക് കഷ്ടമായിരിക്കും. കാരണം ഞാൻ വേറെ ആൾക്കിട്ട് വാങ്ങി 100 രൂപ കിട്ടിയിരിക്കേ, ഞാൻ അതിൽ 50 കൊടുത്തു. ശരി, എനിക്ക് 10ാം തീയതി ശമ്പളം കിട്ടിയാൽ അവൻ നട്ടിട്ട് ശരി വെച്ചു. ഞാൻ 100 രൂപ ആയിരിക്കും. ശരി, 100 എടുത്തിട്ട് പോയി അവൻ 50 കൊണ്ട് ബാക്കി. ഞാൻ പറഞ്ഞത്, ഒരാളോട് ചോദിച്ചാൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ചോദിച്ചിരുന്നതിൻ്റെ കാശ് വെച്ചോണ്ടില്ലെന്ന് പറഞ്ഞാണല്ലോ. അതിനെ ശിക്ഷ ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ട്, ഈ സ്നേഹിതൻ when you ask for just 3 loaves, 3 അപ്പം, 4 തടസ്സങ്ങളാണ് പറയുന്നത്. നോക്ക് എന്തൊക്കെയാണ് തടസ്സം. എന്നെ പ്രയാസപ്പെടുത്തരുത്, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ. പിന്നെ കഥ അടച്ചിരിക്കുക, പിന്നെ പാതിരാക്കി കഥ അടക്കാൻ പിന്നെ തുറന്നിട്ടുണ്ടോ മനുഷ്യൻ കിടക്കുന്നത്? അത് ചുമ്മാ ന്യായവാദികൾ പറയുകയാണ്, കഥ അടച്ചിരിക്കുന്നു. പിന്നെന്തുവാ, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. പിള്ളേരെ കൂട്ടി അച്ഛൻ്റെ ആയിട്ടുള്ള പിള്ളേർ കിടക്കത്തുള്ളൂ. കാരണം ഈ അമ്മ ചിലപ്പോൾ നോണ്ടോ പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഇത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കാമെന്നൊന്നും എനിക്കറിയത്തില്ല, ചിലപ്പോൾ നേഴ്സായിരുന്നു. പിന്നെ 4ാമത്തെ, എഴുന്നേറ്റ് ധരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. I cannot do it because children are with me. The door has been closed already. Don't disturb me in this night. പക്ഷേ ഈ സ്നേഹിതം പോകുമോ? ഈ വന്നിരിക്കുന്ന അപ്പത്തിന് വേണ്ടി യാചിക്കാൻ വന്ന ഈ സ്നേഹിതം പോകുമോ? അത് പോകത്തില്ല. കാരണം എന്താണ്? ഇവനറിയാം ഈ ഫ്രണ്ട്ഷിപ്പ്, ഇവർ തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ ഡീപ്നെസ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് 2 ഫ്രണ്ട്സ് he know very well. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് തരുമെന്നവന് കൊടുക്കയില്ലെങ്കിലും പിന്നെ അവൻ ലജ്ജ കൂടാതെ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ തോളക്കായിട്ടോട് നീ ചുമ്മാ ഇങ്ങൊന്ന് പറയരുത്, നിന്റെ കൈ കാശുണ്ടെന്ന് എനിക്കറിയാം, നീ താ. അപ്പൊ ഈ മനുഷ്യരെ നല്ലവണ്ണം he know that he has in his fridge there are lot of doses been kept there. So even though he is saying these 4 obstacles, when I ask without any hallelujah, ലജ്ജ കൂടാതെ അവൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ കൊടുക്കുമെന്ന് നല്ലോണം ഉറപ്പുണ്ടായി. അതുകൊണ്ട് എന്ന് ഞാൻ നിങ്ങൾ അവനെ ലജ്ജ കൂടാതെ യാചിക്ക നിമിത്തം, മുട്ടുന്ന നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. He asked only 3 loaves, but അവൻ എത്ര നീ വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും, നിനക്ക് എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ട് പൊക്കോളെന്ന് പറഞ്ഞ് കൊട്ടയോടെ എടുത്ത് അവൻ്റെ മുമ്പിൽ കൊടുക്കുമെന്നാണ് കർത്താവിടെ പറഞ്ഞിരിക്കുന്ന ഉപമ, അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പെരുമായി. അപ്പം ഈ ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, അല്ലെ മുട്ടുവാൻ തക്കവണ്ണം, അല്ലെ ചോദിക്കുവാൻ തക്കവണ്ണം, അല്ലെ റിക്വസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിച്ച ഒരു റിലേഷൻ ബിറ്റ്വീൻ ദീസ് 2 ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കർത്താവുമായിട്ടൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ആ റിലേഷൻ എങ്ങനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അവസാന നിമിഷത്തിൽ താൻ ആ ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എങ്ങനെയാണ്? ഒടുവിൽ അവന് വേണ്ടുവോളം അപ്പം കൊടുക്കും. എന്നിട്ട് ഒടുവിൽ എന്താ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. എന്താ പറയാണ്? യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും,
അന്വേഷിപ്പിക്കുന്ന നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീഴുന്ന നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്നവന് ഏവനും കൊടുക്കുന്നു ലഭിക്കുന്നു, അന്വേഷിക്കുന്നവനെ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ഇല്ല. അപ്പൊ അപ്പന്മാർ ചോദിച്ചാൽ കല്ല് കൊടുക്കത്തില്ല. മകൻ ചോദിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. എൻ്റെ മോൻ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു, പപ്പ എൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് കംപ്ലൈൻ്റ് ആണ്, വരുമ്പോൾ എനിക്കൊരു വാച്ച് വാങ്ങിച്ചൊരു പോകും. ഓക്കെ, ഞാൻ പറഞ്ഞു ശരി, വാങ്ങിച്ചോട്ട് വരാം എന്ന് പറഞ്ഞ് വേറൊരു വാച്ച് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മക്കൾ ചോദിച്ചാൽ അവർ ചോദിക്കുന്നതിനേക്കാൾ ദ ബെസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ എന്നെ വിളിക്കുന്നു ചോദിക്കുകയും, അങ്ങനെ ദോഷികളായ നിങ്ങൾ, അപ്പം തന്നെ നമ്മൾ ആരാണ്? ദോഷികൾ. കർത്താവിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ദോഷികളാണ്. ഇങ്ങനെ ലോകത്തിൽ മക്കൾക്ക് വേണ്ടി അപ്പൻ ചെയ്യുന്നവരെയും നമ്മൾ ദോഷികളായി, ആ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുന്ന. അപ്പൊ ചോദിച്ചാൽ നമുക്ക് എന്തുവാ കിട്ടുന്നേ? പരിശുദ്ധാത്മാവ്. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ എന്തോ വായിച്ചേ? നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളിൽ ചെയ്യുവാൻ തക്കോണം നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അയ്യോ കർത്താവേ, ഇതാ ഇന്ന് വാക്കാലം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, വർക്കായിട്ട് മാത്രം ഇതാ മലക്കെന്നും പറഞ്ഞു കയറി കിടന്നാൽ ദൈവത്തിനൊന്നും കിട്ടത്തില്ല. ദൈവത്തിന് ഇഷ്ടം അവിടെ ഇരുന്ന് അല്പനേരം ജാഗരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിൽ നമ്മൾക്കെതിരായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും ശാസിച്ചകറ്റി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ആ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദിവസം 3 വട്ടം ആമേൻ യെരൂശലേമിന് നേരെ കണ്ണു തുറന്നുകൊണ്ട് ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ വ്യാപരിക്കുന്നതായ ആ ശക്തി കൊണ്ട് ദൈവത്തിന് സ്തോത്രം, അവൻ അതിന് മറുപടി നമ്മൾ സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. ഈ ശക്തി എന്ന് പറയുന്ന പാട്ട് പാടുമ്പോൾ ഒടുവിൽ പറയുന്ന ഈ 4, 3, 7 അന്യഭാഷ കൊണ്ടൊന്നുമല്ല. അതല്ല പരിശുദ്ധാത്മാ ശക്തി. നാം അറിയാതെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേൽ അത്യന്തമാകുന്ന ശക്തി ആവരിക്കുവാൻ തക്കണം വേണ്ടിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ ഈ ആരാധനയ്ക്കെതിരായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക പോരാട്ടങ്ങളെയും ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്ന എല്ലാ പോരുകളുടെ ശക്തികളെയും നമ്മൾ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ നിറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെതിരായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അടുത്ത ആഴ്ച നമ്മൾ 2 പേർക്ക് പ്രാർത്ഥിക്കുന്നവരിൽ ഹല്ലേലൂയ 20 പേരെ കൊണ്ടുവരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ ആ വ്യവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവത്തിന് ഇഷ്ടം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം തീരുകയാണ്. ഇന്ന് കാലം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അനേക ഉദാഹരണങ്ങൾ ഇതുപോലെ ദൈവം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഒരു ഭന്നായി നമുക്ക് കാണുവാൻ കഴിയും. അവള് ഹല്ലേലൂയ പുരോഹിതന്റെ അടുക്കൽ, ഏലി പുരോഹിതന്റെ അടുക്കൽ പോയി ആമേൻ ദേവാലയത്തിൽ പോയി തന്റെ ഹൃദയം പകരേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥിച്ചു. എന്നാൽ അവൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അവൾക്ക് സ്പെസിഫിക്കായ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, വിഷയമുണ്ടായിരുന്നു. കർത്താവേ, എനിക്കൊരു ആൺപൈതലിനെ ആമേൻ എനിക്ക് തരണം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പലരോട് പറയാറുണ്ട്. പക്ഷേ റിക്വസ്റ്റ് നമ്മൾ പ്രാർത്ഥനാ വിഷയം പറയത്തില്ല, പറയാൻ മടിയ. അങ്ങനെയല്ല, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വിഷയമുണ്ടായിരുന്നു, സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. He has shared in the midst of God. ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ ആ പ്രാർത്ഥനാ വിഷയം ചെയ്തു. എന്താണ് അവളുടെ ആഗ്രഹം? എനിക്കൊരു ആൺപൈതലിനെ തരണം. ദൈവത്തിന് ഇഷ്ടം. അവൾ പ്രാർത്ഥിച്ചതുപോലെ ആമേൻ ഒരു ആൺപൈതലിനെ ദൈവം അവൾക്ക് കൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത് ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത് ഹല്ലേലൂയ ആൺപൈതലിനെ മാത്രമല്ല, അവൾക്ക് 1-ലധികം കുഞ്ഞുങ്ങളെ കൊടുത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവം അവളെ അനുഗ്രഹിക്കാൻ തക്കൊണ്ട് ഇടയായിരുന്നു. ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അവൾക്ക് വേണ്ടി 3 ഹല്ലേലൂയ മക്കളെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കാൻ തക്കൊണ്ട് ഇടയായിരുന്നു. പക്ഷേ we have to pray hallelujah according to the amen commandment of our Lord Jesus. So we have to pray, and I'm going to conclude this message. Amen. Thank you for all of you to listening this man. May God bless you all to this place. Amen.